കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കണക്കിലെഴുതും. അദ്ദേഹം ഒരു കോർഡിനേഷനും ഒരു വികസന പ്രവർത്തനത്തിനും നടത്തിയിട്ടില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് നിലമ്പൂരിലെ ബൈപ്പാസ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് ഉദ്യോഗസ്ഥ തലത്തിൽ, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ MLA എന്നുള്ള നിലയിൽ തൻ്റെ ഇടപെടൽ ശേഷി ഉപയോഗിച്ച് ഈ തടസ്സങ്ങൾ നീക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ 100% പരാജയമായിരുന്നു അദ്ദേഹം. എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റും PWDയും തമ്മിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും 2 വകുപ്പിൻ്റെയും സെക്രട്ടറിമാരും ഞാനടക്കം പങ്കെടുത്തുകൊണ്ട് ഞാൻ ചില പ്രായോഗികമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. ആ നിർദ്ദേശങ്ങൾ ഒരു ധാരണയാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. തിരിഞ്ഞു നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പൂർത്തീകരിക്കാതെ കിടക്കുന്ന വിഷയങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടിയിലും ഗവൺമെൻറ്റിലും വെച്ച് രക്ഷപ്പെടാനും പൂർത്തീകരിക്കപ്പെട്ട 100 കണക്കിന് കാര്യങ്ങൾ, 1000 കോടി രൂപ ഈ മണ്ഡലത്തിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനും അദ്ദേഹം പരിശ്രമിക്കുകയാണ്. വളരെ പരിതാപകരമായ നിലയാണ്. വികസന പ്രശ്നങ്ങളിൽ അൻവറിന് അലംഭാവമെന്ന് CPM നിലമ്പൂർ ഏരിയ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് CPM നേതാക്കൾ അൻവറിനെതിരെ തുറന്നടിച്ചത്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം നീളാൻ കാരണം MLA-യാണ്. പദ്ധതിക്കെതിരെയുള്ള തടസ്സങ്ങൾ നീക്കാൻ MLA-ക്ക് സാധിച്ചില്ല. വന്യമൃഗശല്യം തടയാനുള്ള പദ്ധതി നടപ്പിലായില്ല. കഴിഞ്ഞ 8 വർഷം കൊണ്ട് സർക്കാർ പൂർത്തീകരിച്ച പദ്ധതികൾക്ക് പിതൃത്വം ഏറ്റെടുക്കാനും നടക്കാത്ത പദ്ധതികൾ പാർട്ടിയുടെ തലയിൽ വെക്കാനുമാണ് അൻവറിന്റെ ശ്രമം. അൻവർ നിലമ്പൂരിലെ ജനങ്ങളെയും പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച് പുലഭ്യം പറയുകയാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് MLA ഫണ്ട് അനുവദിക്കുന്നത് തടയുന്നത് പച്ചക്കള്ളമാണ്. നിരവധി ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലത്ത് ഫണ്ട് നൽകിയിട്ടുണ്ട്. നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആണെന്ന MLA-യുടെ ആരോപണം കള്ളത്തരമാണെന്നും നേതാക്കൾ പറഞ്ഞു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് അത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് പിന്നീട് ജയിച്ചു എന്ന നിലയിലാണ്. വസ്തുത എല്ലാവർക്കും അറിവുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലൊന്നും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു പര്യടന പരിപാടി നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രചരണത്തിൽ എത്തിച്ചേർന്നാൽ അത് അദ്ദേഹത്തിനു കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന എതിർ പ്രചരണങ്ങളുണ്ട്. പ്രചരണങ്ങൾ മാത്രമല്ല, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്നേഹിതന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ കൊടുത്തതാണ്. MLA-യെ കാണാനില്ല, ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ. അൻവർ കൊലക്കേസ് കേസിലും പ്രതിയായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അൻവറിന്റെ കുടുംബമഹിമ വെളിപ്പെടുത്തും. പാർട്ടി ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് വർഗീയവാദിയാണെന്ന ആരോപണം പ്രതിപക്ഷം പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ഒക്ടോബർ 7 നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും റാലിയും സംഘടിപ്പിക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, TK ഹംസ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് K ആന്റണി, നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ, എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,